കോക്രോച്ച് പാർട്ടിയാ? ഏത് കോക്രോച്ച് പാർട്ടി? നിന്നെയൊക്കെ ആരെങ്കിലും പാർട്ടിയെന്ന് വിളിച്ചാൽ നീയൊക്കെ ഉടനെ പാർട്ടിയാവുമോ? വല്ല നാട്ടിലും പോയി കിടന്ന് ആരാന്റെ പരീക്ഷ പേപ്പർ ചോർന്നെന്നും പറഞ്ഞ് റോഡിന് നടുക്ക് കഞ്ഞിയില്ല വെള്ളമില്ല. ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയാണോ സമരം ചെയ്യേണ്ടത്? ഒരു 19 കൊല്ലം മുമ്പ് നമ്മുടെ ഗാന്ധിജി അപ്പൻ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ പുള്ളിയായിട്ട് നമുക്ക് നേരിട്ട് ബന്ധവുമില്ല പരിചയമില്ല. ഉള്ള ഉപ്പും കഞ്ഞിയും കുടിച്ച് വീട്ടിൽ കിടന്ന് അത് ഉപ്പ് സത്യാഗ്രഹത്തിനൊന്നും പോകണ്ടെന്ന് പുള്ളി വിചാരിച്ചിരുന്നെങ്കിലോ? ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന ആരോപണത്തെ തുടർന്ന് എക്സാം റദ്ദാക്കപ്പെടുന്നു. വീണ്ടും എക്സാം എഴുതേണ്ടതായിട്ട് വരുന്നു. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച് ഉറക്കം നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച പരീക്ഷയോടും രാജ്യം നൽകുമെന്ന് പ്രതീക്ഷിച്ച സംരക്ഷണത്തോടും വിശ്വാസം നഷ്ടപ്പെടുന്നു. മാനസിക സമ്മർദ്ദം കൂടുന്നു. അതിന്റെ പേരിൽ ആത്മഹത്യകൾ വരെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കണ്ടേ? ഇതൊരു പരീക്ഷയുടെയോ ചോദ്യ പേപ്പറിന്റെയോ മാത്രം വിഷയമല്ല. ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നമാണ്, മാതാപിതാക്കളുടെ വിയർപ്പാണ്, ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവിയാണ്. ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ പോലും മാറ്റിവെച്ച് എന്റെ മകൻ ഒരു ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചു പരീക്ഷ ഫീസ് അടച്ച എത്രയോ നിർധരരായ കുടുംബങ്ങളുടെ പ്രതീക്ഷയോടാണ് നിങ്ങൾ കളിച്ചത്. പരീക്ഷകൾ ജയിക്കാൻ നന്നായി പഠിച്ചാൽ മതിയെന്ന വിശ്വാസം തകർക്കുക എന്നതിനേക്കാൾ വലിയ എന്ത് അനീതിയാണ് ഒരു വിദ്യാർത്ഥിയോട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുക? നിങ്ങൾക്ക് യുവജനം വെറും പാറ്റകളായിരിക്കും, പക്ഷെ ഡൽഹിയുടെ മണ്ണിൽ നിങ്ങൾ അടിച്ചമർത്തുന്നത് 20 ലക്ഷം നീറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളെയല്ല, മറിച്ച് നേരിട്ട് കണ്ടിട്ട് പോലുമില്ലാത്ത തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പോരാടാൻ എത്തിയ ഇന്ത്യയിലെ ഒരു പക്ഷം സമൂഹത്തെയാണ്. ആരെയാണ് നിങ്ങൾ തീവ്രവാദികളെ പോലെ കാണുന്നത്? ഭക്ഷണം, വെള്ളം, മരുന്ന്, ആവശ്യ സാധനങ്ങൾ, പല്ല് തേക്കാനുള്ള പേസ്റ്റ് വരെ ആർക്കൊക്കെയോ അവിടെ എത്തിച്ചു കൊടുക്കുന്നു. കൊടുക്കുന്നവരും വാങ്ങുന്നവരും പരസ്പരം അറിയുന്നില്ല എങ്കിലും അവരെ ബന്ധിപ്പിക്കുന്ന ഒന്നുണ്ട്: മനുഷ്യത്വം. നിങ്ങൾ അതിനെപ്പറ്റി അറിയാൻ വഴിയില്ല. തീർച്ചയായിട്ടും സമരത്തിൽ വന്നവരിൽ കണ്ടത് രാഷ്ട്രീയമല്ല, മനുഷ്യ സ്നേഹമാണ്, സഹാനുഭൂതിയാണ്. നീ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു സമൂഹത്തെയാണ്. ന്യായം ചോദിച്ച് സമാധാനപരമായി പ്രതിഷേധിക്കുന്ന യുവജനങ്ങളെ എന്തിനു പിന്നെ നിങ്ങൾ ശത്രുക്കളായി കാണണം? അവരെ എന്തിനാണ് അടിച്ചമർത്തുന്നത്? ചോദ്യം ചോദിക്കുന്നത് കുറ്റമാണോ? ന്യായം പറയുന്നത് രാജ്യദ്രോഹമാണോ? ആ ശക്തിയെ കേൾക്കേണ്ട സമയത്ത് അടിച്ചമർത്തിയാൽ ഒരു വിദ്യാർത്ഥിയുടെ ശബ്ദത്തെ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ഭാവിയെ തന്നെയാണ് നിങ്ങൾ നിശബ്ദമാക്കുന്നത്. ഇന്ന് പ്രതിഷേധിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെ പിന്നിലും ഒരു കുടുംബമുണ്ട്. മാതാപിതാക്കളുടെ കഷ്ടപ്പാടും അധ്വാനവും പ്രാർത്ഥനയും പ്രതീക്ഷയുമുണ്ട്. അവരുടെ കണ്ണുനീരിന് വില കൊടുക്കണം, അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. ഈ വിഷയത്തിന് വ്യക്തത ഉണ്ടാകണം, എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാകണം. പരീക്ഷയുടെ മാത്രമല്ല, ഒരു മുഴുവൻ തലമുറയുടെ രാജ്യത്തോടുള്ള വിശ്വാസത്തിന്റെ വിഷയം കൂടെയാണ്. ഒരു രാജ്യത്തിന്റെ നട്ടെല്ലായ യുവജനങ്ങളെ അടിച്ചമർത്തുകയല്ല, അവരെ സംരക്ഷിക്കുകയാണ് ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്തം. ഒരു 26 വയസ്സുകാരി എന്ന നിലയ്ക്ക് ചോദ്യം ചോദിക്കും, ഉത്തരം കിട്ടണം. നീതി ലഭിക്കുന്നതുവരെ ഇതൊന്നും അവസാനിക്കുകയില്ല.